ഹായ് ഫ്രണ്ട്സ്, പല വിദ്യാർത്ഥികളും എന്നോട് വിളിച്ച് ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ CGPA കാൽക്കുലേറ്റ് ചെയ്യുക? വിവിധ യൂണിവേഴ്സിറ്റികളിലേക്കും വിവിധ ഓട്ടോണമസ് കോളേജിലേക്കും അപേക്ഷകൾ സമർപ്പിക്കുമ്പോൾ ചിലപ്പോൾ കൺസോളിഡേറ്റഡ് മാർക്ക് ലിസ്റ്റ് ലഭ്യമല്ലാത്തത് കൊണ്ട് നമുക്ക് CGPA നൽകുന്നതിന് ബുദ്ധിമുട്ട് നേരിടാറുണ്ട്. എങ്ങനെ ഇതിനൊരു പരിഹാരം എന്നതാണ് ഈ വീഡിയോ. ഓക്കെ, നമുക്ക് ഇനി അതിലേക്ക് പോകാം. ഞാൻ ഈ വീഡിയോ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ BA എക്കണോമിക്സ് വിത്ത് ഫോറിൻ ട്രേഡ് എന്ന കോഴ്സിലെ 6 സെമസ്റ്ററിൻ്റെ മാർക്ക് ലിസ്റ്റ് എടുത്തുകൊണ്ടാണ് ഇത് തയ്യാറാക്കുന്നത്. ഇതിനു മുമ്പ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 2014 CUCBSS എന്ന മോഡിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കോഴ്സ് തയ്യാറാക്കിയിട്ടുള്ളത്. ഈ കോഴ്സ് സ്ട്രക്ചർ ഉണ്ട്. ആദ്യം കോമൺ കോഴ്സ് ഇംഗ്ലീഷും ഉണ്ട്, അതുപോലെ തന്നെ സെക്കൻഡ് ലാംഗ്വേജ് ഉണ്ട്. പിന്നീട് കോഴ്സ്, നിങ്ങളുടെ കോറായിട്ടുള്ള കോഴ്സ്. എക്കണോമിക്സ് ആണെങ്കിൽ മൈക്രോ എക്കണോമിക്സ്, മാക്രോ എക്കണോമിക്സ് പോലുള്ള സബ്ജക്റ്റുകൾ. ഇംഗ്ലീഷ് ആണെങ്കിൽ റീഡിങ് പോയട്രി, റീഡിങ് ഡ്രാമ, ഇങ്ങനെയുള്ള സബ്ജക്റ്റുകൾ. സൈക്കോളജി ആണെങ്കിൽ നമ്മുടെ കൗൺസിലിങ്, അതുപോലെ തന്നെ സോഷ്യൽ സൈക്കോളജി. അത് കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ ജാവ, പ്രോഗ്രാമിംഗ്, ഇങ്ങനെയുള്ള പല കോഴ്സുകളുണ്ട്. ഇതൊക്കെയാണ് കോർ കോഴ്സ്. അടുത്തത് കോംപ്ലിമെന്ററി കോഴ്സസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് സെമസ്റ്ററിലും സെക്കൻഡ് സെമസ്റ്റർ, തേർഡ് സെമസ്റ്റർ, ഫോർത്ത് സെമസ്റ്ററുകളിൽ നിങ്ങൾക്ക് കോംപ്ലിമെന്ററി ആയിട്ട് നമ്മുടെ കോർ കോഴ്സിന് പുറമേയുള്ള കോഴ്സാണ് കോംപ്ലിമെന്ററി കോഴ്സ്. ചില സബ്ജക്റ്റുകൾക്ക് മറ്റു ഡിപ്പാർട്ട്മെന്റിലെ അധ്യാപകരായിരിക്കും, ചില സബ്ജക്റ്റുകൾക്ക് അതേ സെയിം ഡിപ്പാർട്ട്മെന്റിലെ അധ്യാപകരായിരിക്കും. എക്കണോമിക്സ് ആണെങ്കിൽ ഹിസ്റ്ററി ഉണ്ട്, പൊളിറ്റിക്സ് ഉണ്ട്, അതുപോലെ തന്നെ ബാങ്കിങ് ഉണ്ട്, മാത്തമാറ്റിക്കൽ എക്കണോമിക്സ് ഉണ്ട്. ഇംഗ്ലീഷ് ആണെങ്കിൽ ജേർണലിസം ഉണ്ട്, ഹിസ്റ്ററി ഉണ്ട്. ഇങ്ങനെയുള്ള സബ്ജക്റ്റുകൾ ഒക്കെയാണ് കോംപ്ലിമെന്ററി കോഴ്സസ്. പിന്നീടുള്ളതാണ് ഓപ്പൺ കോഴ്സ്. നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ സബ്ജക്റ്റ് അല്ലാതെ മറ്റു ഡിപ്പാർട്ട്മെന്റിലെ സബ്ജക്റ്റ് നമുക്ക് ഇഷ്ടപ്പെട്ടത് ചൂസ് ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ് ഓപ്പൺ കോഴ്സ്. അതിന് പുറമെ ഇലക്റ്റീവ് കോഴ്സ് ഉണ്ട്. ഇലക്റ്റീവ് കോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സിലബസിൽ 2-3 സബ്ജക്റ്റുകൾ തന്നിട്ടുണ്ടാവും. അതിൽ നിന്ന് നമുക്ക് ഇലക്റ്റീവായിട്ട് തിരഞ്ഞെടുക്കാൻ പറ്റുന്നതാണ് ഇലക്റ്റീവ് കോഴ്സ്. നമുക്ക് ഇലക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇലക്റ്റീവ് കോഴ്സ്. ഇങ്ങനെയാണ് കോഴ്സ് സ്ട്രക്ചർ. ഇനി ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് സെമസ്റ്റർ 1 മുതൽ സെമസ്റ്റർ 6 വരെയുള്ള സബ്ജക്റ്റുകളാണ്. ഈ സബ്ജക്റ്റുകളിൽ A01 to A06 കോമൺ കോഴ്സ് ഇംഗ്ലീഷിൻ്റെതാണ്. A07, 8, 9, 10 എന്നിവ കോമൺ കോഴ്സ് അതർ ദാൻ ഇംഗ്ലീഷ്, അത് സെക്കൻഡ് ലാംഗ്വേജ്. പിന്നീടുള്ളത് കോംപ്ലിമെൻ്ററി കോഴ്സുകളുണ്ട്, കോർ കോഴ്സുകളുണ്ട്, ഓപ്പൺ കോഴ്സ് ഉണ്ട്, അതുപോലെ ഇലക്റ്റീവ് കോഴ്സ് ഉണ്ട്. ഇതിൽ നമ്മൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് 6 സെമസ്റ്ററുകളുടെ മാർക്ക് ലിസ്റ്റ് എടുക്കുക. എന്നിട്ട് സബ്ജക്റ്റ് ബേസിൽ അതിൻ്റെ ക്രെഡിറ്റ് ഉണ്ടാവും. അതുപോലെ നിങ്ങൾ പരീക്ഷ എഴുതിയിട്ട് നിങ്ങൾക്ക് ലഭിച്ച ഗ്രേഡ് പോയിന്റും തന്നിട്ടുണ്ടാവും. അതിൽ നിന്ന് നമ്മൾ ആദ്യം ചെയ്യുന്നത് ഗ്രേഡ് പോയിന്റ് ഇൻറ്റു ക്രെഡിറ്റ്. ഓരോ സബ്ജക്റ്റിൻ്റെയും ഗ്രേഡ് പോയിന്റ് ഇൻറ്റു ക്രെഡിറ്റ്. അങ്ങനെ നമ്മൾ ഓരോ സബ്ജക്റ്റിൻ്റെ എഴുതി കഴിഞ്ഞാൽ അത് ടോട്ടൽ ചെയ്യുക. അതുപോലെ തന്നെ ക്രെഡിറ്റും ടോട്ടൽ ചെയ്യുക. അപ്പോൾ ടോട്ടൽ ക്രെഡിറ്റും കിട്ടും. അതുപോലെ തന്നെ ടോട്ടൽ ഓഫ് ഗ്രേഡ് പോയിന്റ് ഇൻറ്റു ക്രെഡിറ്റും നമുക്ക് ലഭ്യമാകും. നമ്മൾ CGPA കാൽക്കുലേഷൻക്ക് പോവുകയാണ്. CGPA എന്ന് പറഞ്ഞാൽ ക്യുമുലേറ്റീവ് ഗ്രേഡ് പോയിന്റ്സ് ആവറേജ് എന്നാണ്. CGPA കാൽക്കുലേറ്റ് ചെയ്യുന്നത് ടോട്ടൽ ഓഫ് ക്രെഡിറ്റ് പോയിന്റ് ക്രെഡിറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ക്രെഡിറ്റ്. ഇത് പ്രകാരം ടോട്ടൽ ഓഫ് ക്രെഡിറ്റ് പോയിന്റ് ഇൻറ്റു ക്രെഡിറ്റ് നമുക്ക് ലഭിച്ചത് 552 ഡിവൈഡഡ് ബൈ ടോട്ടൽ ക്രെഡിറ്റ് 120 നമുക്ക് ലഭിച്ചത് 4.6. അതിൻ്റെ പെർസെൻറ്റേജ് 81 എന്നാണ്. എങ്ങനെയാണ് ഈ പെർസെൻറ്റേജ് എന്ന് നമുക്ക് നോക്കുന്നതിന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സിലബസിൽ പ്രത്യേകം തന്നിട്ടുണ്ട്. 4.5നും 5.49നും ഇടയിൽ ഗ്രേഡ് പോയിന്റ് ലഭിച്ച CGPA ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം A ഗ്രേഡ് ആണ്. അതുപോലെ തന്നെ 80ക്കും 90ക്കും ഇടയിലാണ്. അതിനർത്ഥം 4.5 കിട്ടിയാൽ 80,
4.6 കിട്ടിയാൽ 81, 4.7 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 82, ഇങ്ങനെ പോയിട്ട് 5.49 വരെയുള്ള വിദ്യാർത്ഥിക്ക് ലഭ്യമാകുന്ന 89.9. 5.5 ആയി കഴിഞ്ഞാൽ നമുക്ക് 90% A+ ആണ്. ഓക്കെ, ഈ രീതിയിലാണ് ഇതിൻ്റെ കാൽക്കുലേഷൻ. ഇനി നമുക്ക് ഇപ്പോൾ ലഭിച്ചതിൽ മറ്റു പല ക്വസ്റ്റ്യനുകളും നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ ഉണ്ടാകാറുണ്ട്. അതാണ് ടോട്ടൽ ഗ്രേഡ് പോയിന്റ് എന്ന്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി CUCBSS പ്രകാരം ഗ്രേഡ് പോയിന്റ്, ടോട്ടൽ ഗ്രേഡ് പോയിന്റ് 6 ആണ്. അതുപോലെ ടോട്ടൽ ക്രെഡിറ്റ് നമ്മൾ നേരത്തെ കണ്ടതാണ് 120. ഇതിൻ്റെ ഗ്രേഡ് എന്ന് പറയുന്നത് A ഗ്രേഡ് ആണ്. അത് നമ്മൾ മുന്നത്തെ ടേബിളിൽ നമ്മളത് കണ്ടു. ഇനി ഇതുപോലെ കോമൺ കോഴ്സ്, ലാംഗ്വേജ് അതർ ദാൻ ഇംഗ്ലീഷ്, കോർ കോഴ്സ്, കോംപ്ലിമെൻ്ററി കോഴ്സ്, ഓപ്പൺ കോഴ്സ്, ഇലക്റ്റീവ് കോഴ്സ്, ഇതിനൊക്കെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കോമൺ കോഴ്സ് ഇംഗ്ലീഷിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BA ഇംഗ്ലീഷ് പഠിക്കുന്ന വിദ്യാർത്ഥികൾ കോമൺ കോഴ്സ് ഉണ്ട്. അത് എല്ലാ സബ്ജക്റ്റ് പഠിക്കുന്നവർക്കുമുണ്ട്. BA BSc കോഴ്സുകൾക്ക് 4 സെമസ്റ്ററിലുണ്ട്. BCom BBA BTHM അൾട്ടർനേറ്റീവ് പാറ്റേൺ BSc എന്നിവർക്ക് ആദ്യത്തെ 2 സെമസ്റ്ററുകളിലാണ് ഉള്ളത്. ഇതിൻ്റെ CGPA എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പം ഇംഗ്ലീഷിൻ്റെ ആദ്യത്തെ 6 സബ്ജക്റ്റുകൾ ഇത് എടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് സെമസ്റ്ററിൽ 2, സെക്കൻഡ് സെമസ്റ്ററിൽ 2, തേർഡിലൊന്ന്, ഫോർത്തിലൊന്ന്. എന്നിട്ട് അതിൻ്റെ ക്രെഡിറ്റ്, ഗ്രേഡ് പോയിന്റ്, അതേപോലെ ഗ്രേഡ് പോയിന്റ് ഇൻറ്റു ക്രെഡിറ്റ് നേരത്തെ ചെയ്തതുപോലെ, നേരത്തെ ടോട്ടൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇംഗ്ലീഷിൻ്റെ മാത്രം എടുത്തു, നേരത്തെ ചെയ്തതുപോലെ ചെയ്തു. അപ്പോൾ നമുക്ക് 102 ഡിവൈഡ് ബൈ 22 ആണ് ടോട്ടൽ ക്രെഡിറ്റ്. ഇതുപോലെ ചെയ്തപ്പോൾ 4.6 കിട്ടി. അതിനർത്ഥം പെർസെൻറ്റേജ് 81%. അതിൻ്റെ ടോട്ടൽ ഗ്രേഡ് പോയിന്റ് 6, ടോട്ടൽ ക്രെഡിറ്റ് 22. ഇതുപോലെ അടുത്തത് സെക്കൻഡ് ലാംഗ്വേജിൻ്റെ ഇതുപോലെ നമ്മൾ ചെയ്യുകയാണ്. സെക്കൻഡ് ലാംഗ്വേജ് 4 എണ്ണമാണുള്ളത്. അപ്പോൾ അതിൻ്റെ ടോട്ടൽ ഗ്രേഡ് പോയിന്റ് ഇൻറ്റു ക്രെഡിറ്റ് ലഭിച്ചത് 80, ടോട്ടൽ ക്രെഡിറ്റ് 60. നമുക്ക് ലഭ്യമായത് 5 ആണ് നമ്മുടെ CGPA. ഏതിന്? ലാംഗ്വേജ് അതർ ദാൻ ഇംഗ്ലീഷിന്. അതിൻ്റെ പെർസെൻറ്റേജ് 85%. ടോട്ടൽ ഗ്രേഡ് പോയിന്റ് 6 തന്നെയാണ്, ടോട്ടൽ ക്രെഡിറ്റ് 16. ഇതുപോലെ കോർ കോഴ്സും എടുക്കുക. കോർ കോഴ്സ് നിങ്ങളുടെ സിലബസിൽ പറഞ്ഞ സബ്ജക്റ്റുകൾ മാത്രം എടുക്കുക. അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് ലഭ്യമാകുന്നത് ഈ മാർക്ക് ലിസ്റ്റ് അനുസരിച്ച് ലഭ്യമായത് 4.5% CGPA. അതിൻ്റെ പെർസെൻറ്റേജ് 80%. എപ്പോഴും ടോട്ടൽ ഗ്രേഡ് പോയിന്റ് 6 ആയിരിക്കും, ടോട്ടൽ ക്രെഡിറ്റ് 61. ഇങ്ങനെ അതുപോലെ തന്നെ നമ്മുടെ കോംപ്ലിമെൻ്ററി 2 ഉണ്ടാവും. 2 കോംപ്ലിമെൻ്ററിക്ക് നമ്മൾ ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ലഭ്യമാകും. ഇതിൽ വ്യക്തമായിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ഓപ്പൺ കോഴ്സ് ഉണ്ടാവും. 5th സെമ്മിലെ ഓപ്പൺ കോഴ്സ് ചില യൂണിവേഴ്സിറ്റികൾ അപേക്ഷ ക്ഷണിക്കുമ്പോൾ ഓപ്പൺ കോഴ്സിൻ്റെ ചോദിച്ചാൽ ഓപ്പൺ കോഴ്സിൻ്റെ മാത്രം എടുക്കുക, ഇലക്റ്റീവിൻ്റെ ചോദിച്ചാൽ ഇലക്റ്റീവിൻ്റെ മാത്രം എടുക്കുക. ഓക്കെ, ഇലക്റ്റീവിൻ്റെ ഒക്കെ കറക്റ്റ് ഓപ്പൺ കോഴ്സും ഇലക്റ്റീവും ഒക്കെ ഒന്നേ ഉള്ളെങ്കിൽ അതിൻ്റെ ഗ്രേഡ് പോയിന്റ് 5 എന്ന് കറക്റ്റ് അതിൽ പറഞ്ഞിട്ടുണ്ട്. 5 ആണ് ലഭ്യമായതെങ്കിൽ 5 എന്ന് പറഞ്ഞിട്ടുണ്ട്. 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 85% A ഗ്രേഡ് തന്നെയാണ്. അതുപോലെ തന്നെ കോമൺ കോഴ്സ് അതർ ദാൻ ലാംഗ്വേജ് ഒന്നുമല്ലാത്ത കോമൺ കോഴ്സ് എന്ന് ചില വിദ്യാർത്ഥികൾക്ക് കൊടുക്കേണ്ടി വരും. ഉദാഹരണത്തിന് BCom BBA BTHM കമ്പ്യൂട്ടർ സയൻസ് സബ്ജക്റ്റുകൾക്കൊക്കെ അങ്ങനെയൊക്കെ കൊടുക്കേണ്ടി വരും. അത് നിങ്ങളുടെ മാർക്ക് ലിസ്റ്റിൽ ഉണ്ടാവും. സിലബസ് നോക്കിയിട്ട് ഏതാണോ കോമൺ കോഴ്സ് ആയിട്ടുള്ള സബ്ജക്റ്റ് എന്ന് തിരഞ്ഞെടുക്കുക. ഉദാഹരണത്തിന് നിങ്ങളുടെ ന്യൂമറിക്കൽ സ്കിൽസ് കോമൺ കോഴ്സാണ്. അതുപോലെ GI ഇതെല്ലാം കോമൺ കോഴ്സാണ്. ഇതൊക്കെ
ഏതാണെന്ന് തിരഞ്ഞെടുത്ത് ഇതുപോലെ കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് ഇതിൽ നിന്നും എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാവും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിത് ചെയ്യേണ്ടത്. ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിന് ചെയ്യേണ്ട സ്റ്റെപ്പ്, നിങ്ങൾക്ക് ഏതൊക്കെ സബ്ജക്റ്റിൻ്റെതാണോ CGPA കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, ആ CGPA കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഗ്രേഡ് പോയിന്റിനെ ക്രെഡിറ്റ് കൊണ്ട് ഇൻറ്റു ചെയ്യുക, എന്നിട്ട് അത് ടോട്ടൽ ചെയ്യുക, അത് ഡിവൈഡഡ് ബൈ ടോട്ടൽ ക്രെഡിറ്റ്. ടോട്ടൽ ക്രെഡിറ്റ് അപ്പോൾ നമുക്കൊരു ഗ്രേഡ് പോയിന്റ് കിട്ടും. അതിനനുസരിച്ചിട്ട് ഞാൻ നൽകിയിട്ടുള്ള ഈ വീഡിയോയിൽ നൽകിയിട്ടുള്ള ടേബിൾ അടിസ്ഥാനത്തിൽ പെർസെൻറ്റേജ്, ഗ്രേഡ് എല്ലാം അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. എന്നിട്ട് അത് കറക്റ്റ് കൊടുക്കുക. എപ്പോഴും ടോട്ടൽ ഗ്രേഡ് പോയിന്റ് കൊടുക്കേണ്ട ഭാഗത്ത് 6 ആണ്. ഓക്കെ, ഇത്രയാണ് ഈ ഇതിൽ പറയാനുള്ളത്. കൂടുതൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻ്റായിട്ട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. താങ്ക് യു.